സന്തോഷം. ഇനി വരാൻ പോകുന്ന വിവാദങ്ങൾ കുറേ വരാൻ പോകുന്നുണ്ട്. കാരണം എനിക്ക് വേണമെങ്കിൽ സിനിമാ താരങ്ങൾക്കൊപ്പം മാത്രം പ്രോഗ്രാമിലൊക്കെ പോകാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഞാൻ ടി വി താരങ്ങൾക്കൊപ്പം എല്ലാ ആർട്ടിസ്റ്റുകൾക്കൊപ്പം ഞാൻ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഹിന്ദി ഭാഷക്കാരിയാണ് അഭിനയിക്കാൻ വരുന്നുണ്ട്. പെരേരനെ കുറിച്ചുണ്ടായിട്ടുള്ള ഒരു കിംവദന്തി എന്ന് പറയുന്നത് വലിയ വലിയ എമൗണ്ടുകൾ ഓരോ അഭിനയത്തിനും വാങ്ങിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വന്നു. വലിയ എമൗണ്ട് അല്ല, അത് തുച്ഛമായിട്ടുള്ളൊരു പൈസയില്ലേ, 87,000 രൂപയില്ലേ എന്ന് പറഞ്ഞാൽ വലിയ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ലാലേട്ടൻ മേടിക്കുന്ന ഇത്ര കോടികളാണെന്ന് കണക്ക് പറഞ്ഞാൽ തികയില്ല. പിന്നെ ദിലീപേട്ടനാണെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള പ്രേമലൂർ സ്റ്റാർ നെസ്ലിനാണെങ്കിലും എൻ്റെ അഭിപ്രായമുള്ളൂ, പുള്ളി പഠിക്കുന്ന കോടികളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് അല്ലേ. അപ്പം നമുക്കും ഒരു പേയ്മെന്റ് കൃത്യമായിട്ട് പറയണമല്ലോ, എന്നാലല്ലേ അഭിനയിക്കണമെങ്കിൽ മാത്രമല്ല ഇന്റർവ്യൂലാണെങ്കിലും നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള പേയ്മെന്റ് കിട്ടുന്നത്. കാരണം നമ്മളിപ്പോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് താരങ്ങൾക്കൊപ്പം നമ്മൾ വേദി പങ്കിടാറുണ്ട്, സിനിമാ താരങ്ങൾക്കൊപ്പം മിമിക്രി താരങ്ങൾക്കൊപ്പം നമുക്ക് ഈ വ്യത്യാസമില്ല, വേർതിരിവുകളില്ല. എന്താന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് വേണമെങ്കിൽ സിനിമാ താരങ്ങൾക്കൊപ്പം മാത്രം പ്രോഗ്രാമിലൊക്കെ പോകാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഞാൻ ടി വി താരങ്ങൾക്കൊപ്പം എല്ലാ ആർട്ടിസ്റ്റുകൾക്കൊപ്പം ഞാൻ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കാണുമ്പോൾ ഞാൻ വർക്കിംഗ് പോകാറില്ല, ഇപ്പോൾ സംസാരിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ക്രൗഡ് വർക്കിന് ഞാൻ പോകാറില്ല. ഞാൻ ഡയറക്ടർമാർ വിളിക്കുമ്പോൾ പടത്തിൽ പോയി അഭിനയിക്കാൻ പോവുക. അല്ലാണ്ടുള്ള ഇപ്പോൾ ക്രൗഡിൽ പോയി നിൽക്കുന്ന ഇവിടെ നിർത്തിയായിരുന്നു. കാരണം നാളെ ബസ് നോക്കിയാൽ തെറ്റില്ല, വിളിച്ചിട്ടില്ല, അവരായിട്ട് സെൽഫ് എടുക്കുന്നില്ല പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ബാഡ് ബോയ്സ് ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ഗുലാം തട്ടട ചെയ്തു, സിനിമാക്കാരൻ ഗിരി ചെയ്തു. പിന്നെ ഷോർട്ട് ഫിലിം മറ്റേ യുദ്ധം കംപ്ലീറ്റ് ആക്കി റിലീസാകുന്നുണ്ട്, ഡബിങ്. പിന്നെ നമ്മുടെ ലോട്ട് ടിക്കറ്റ് എന്നാണ് ഷോർട്ട് ഫിലിം. പിന്നെ സിനിമകളുണ്ട്, ഷോർട്ട് ഫിലിംസ്. പിന്നെ രസകരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്നു. പിന്നെ ക്രിസ്മസ് ആൽബം ചെയ്യാൻ പോകുന്നു. പിന്നെ പണം എന്ന ആൽബം. പിന്നെ മറ്റേ തിങ്കളാഴ്ച പാട്ടെന്ന് പറഞ്ഞ ഷാനിഫ്കയുടെ വർക്കിലും ഒരു ആൽബത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും കാരണക്കാരൻ ആട്ടയമുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ ഈ റിവ്യൂ മേഖലയിൽ നമ്മളെ കൈപിടിച്ചു വന്ന റസാഖ് കുട്ടാഞ്ചേരി ഉണ്ട്. പിന്നെ ബ്രൈറ്റൊക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ മീഡിയയുടെ പവറാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്. എല്ലാവർക്കും താങ്ക് യു പറയുന്നു. ഇപ്പോഴുള്ള നിമിഷത്തിൽ സന്തോഷം. ഇനി വരാൻ പോകുന്ന വിവാദങ്ങൾ കുറെ വരാൻ പോകുന്നുണ്ട്. കാരണം ഇനി വരുത്താൻ ശ്രമിക്കുന്നതാണ്. കാരണം നമ്മളിപ്പോ മലയാളികൾ പെൺകുട്ടികൾ വെച്ചപ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ബോളിവുഡിൽ നിന്നും തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെയാണ് നായികന്മാർ അഭിനയിക്കാൻ വരുന്നത് ഷോർട്ട് ഫിലിമിൽ. കാരണം നമുക്ക് സിനിമയിൽ ക്യാരക്ടർ വേഷം ചെയ്യുമ്പോൾ നായകന്മാർ വരുന്നത്, നായികന്മാരുടെ സീക്വൻസ് ഇല്ല, കിട്ടിയിട്ടില്ല. അത് ഭാവിയിൽ കിട്ടുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്ത് ടാലൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കഥാപാത്രത്തിലേക്ക് ഫിക്സ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ നിലവിലിപ്പോൾ പണമാണെങ്കിലും രസകരമാണെങ്കിലും അത് ബോളിവുഡിലേക്ക് ആൾക്കാർ വരുന്നത്. കാരണം ഹിന്ദി ഭാഷക്കാരിയാണ് അഭിനയിക്കാൻ വരുന്നത്. ഡബിംഗ് ഒക്കെ വേറെ ആൾക്കാരായിരിക്കും. വിനീതേട്ടൻ ഡയറക്ട് ചെയ്യുന്നത്. അതെ അതെ. നടനാവണമെന്നാണ് ആഗ്രഹം. നടനെന്ന് പറഞ്ഞാൽ ബാഡ് ബോയ്സിലൂടെ നടനെന്ന പേര് കിട്ടി. ചെറിയൊരു സംഭവം ആൾക്കാർ മീഡിയക്കാർ എഴുതി വിട്ടു. നടൻ അലിൻ ജോസ് ഇന്നാള് പൊന്നമ്മ ചേച്ചിയുടെ ഒരു മരിപ്പിന് പോയിരുന്നു. കവീർ പൊന്നമ്മ ചേച്ചിയുടെ. അപ്പൊ നടൻ അലിൻ ജോസ് പേര് നടന്നത് എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഇട്ട അതൊക്കെ ഒരു സന്തോഷമുണ്ട്. കാരണം എല്ലാം ഈ സിനിമ റിവ്യൂ കൊണ്ടുള്ള നാളെ ഇപ്പം നമുക്ക് സിനിമ റിവ്യൂ മറ്റേ തിയേറ്റർ റെസ്പോൺസ് ഫസ്റ്റ് എടുക്കാൻ പാടുന്ന നിയമം വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ സ്വന്തം ചാനൽ റിവ്യൂ ഇടും. അതുകൊണ്ട് ആർക്കും ദോഷം ഉണ്ടാവില്ല. കാരണം നമ്മൾ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ സ്വന്തം സിനിമയെ ഷോർട്ട് ഫിലിമായിട്ട് ഒരുപാട് തിരക്കിലാണ്. എന്തായാലും റിവ്യൂ ഉള്ളവരെ റിവ്യൂവിലും ഉണ്ടാവും. പിന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ സിനിമയായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു.